ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റീഡിങ്സിലേക്ക് കിടക്കാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഒത്തിരി തിരക്കുകളായതുകൊണ്ട് റീഡിങ്സ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായില്ല. എല്ലാ ദിവസവും റീഡിങ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് റീഡിങ്സ് ചെയ്യാനായിട്ട് വന്നത്. പക്ഷേ ഒത്തിരി തിരക്കുകളായി പോയിട്ട് തീരെ റീഡിങ്സിന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോറി ഫോർ ദാറ്റ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ റീഡിങ്ങിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന കമൻസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വരാഹി അമ്മയുടെ സന്ദേശം നൽകാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ റീഡിങ് അതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് നമ്പർ 1 കിങ് ഓഫ് സോഡ്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പൈൻ നമ്പർ 1. അതേപോലെ രണ്ടാമത്തെ ഇത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന ഏസ് ഓഫ് പെൻഡക്കിൾസ് ആണെങ്കിൽ പൈൻ നമ്പർ 2 ആണ്. നിങ്ങൾ ലാസ്റ്റ് വന്നിട്ട് കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പൈൻ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അതിനു മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലൂടെ നോക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് വന്നിട്ട് പൈൽ നമ്പർ 1. പൈൽ നമ്പർ 1 നിങ്ങൾക്ക് വരാഹി അമ്മ നൽകുന്ന സന്ദേശം എന്താണ് പൈൽ നമ്പർ 1 എന്ന് നമുക്ക് നോക്കാം. ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, പേജ് ഓഫ് കപ്സ്, 4 ഓഫ് ഫോൺസ്, 3 ഓഫ് കപ്സ്. ആഘോഷങ്ങളാണ് സൂചിപ്പിക്കുന്നത് കൂടുതലായിട്ടും. സന്തോഷം നിറഞ്ഞിട്ടുള്ള ആഘോഷം. ഏസ് ഓഫ് സോഡ്സ് എനർജി, വളരെയധികം ഉത്സാഹവും ആഘോഷവും സന്തോഷവും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശത്തിൽ എഴുതിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ ആദ്യത്തെ കാർഡിലേക്ക് തന്നെ കിടക്കുകയാണ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഭക്തി, അതായത് കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ മറ്റൊരു പാത, അതായത് സമൂഹത്തിൽ ഉള്ള നിലയും വിലയും, ജോലി, കരിയർ, ഫിനാൻസ് ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് അമിതമായിട്ടുള്ളൊരു താല്പര്യം പ്രകടിപ്പിച്ചിട്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നു. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഡിക്ഷൻ, അതായത് കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് ഏർത്ത്ലി പ്ലഷേഴ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽ പ്ലഷേഴ്സ്, അതായത് നമ്മൾ ബാഹ്യമായിട്ടുള്ള നമ്മുടെ ഈ ഫിസിക്കൽ വേൾഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മൾ സമ്പത്ത്, സ്വത്ത് വകകൾ, സമ്പത്ത്, നമ്മളെല്ലാ കാര്യത്തിലും പറയാമല്ലോ, ആ ഒരു വ്യക്തി സക്സസ്ഫുൾ ആകണം, നല്ല ജീവിതത്തിൽ വിജയിച്ചു. ഒരു പക്ഷേ ആ ഒരു വ്യക്തി IAS ഓഫീസറാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നല്ല രീതിയിൽ സാമ്പത്തികമുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ള, അങ്ങനെ പല പല കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരാളെ അളക്കുന്നു. ആ വ്യക്തിയുടെ വിജയം എന്ന് പറയുന്ന സമൂഹം അതിനൊരു വിലയിട്ടിട്ടുണ്ട്. ആ വിലയ്ക്കുള്ളിൽ നിൽക്കുന്ന ആ ഒരു അങ്ങനെയുള്ളൊരു വ്യക്തി മാത്രമാണ് വിജയിച്ചിട്ടുള്ളവർ എന്നുള്ളത് ഒരു പൊതുധാരണ. അപ്പോൾ നമ്മൾ പൊതുവായിട്ടുള്ളൊരു സമൂഹത്തിൽ വളർന്നു വരുന്നത് കൊണ്ടും ആ സൊസൈറ്റി നമ്മളുടെ മൈൻഡിലേക്ക്, സൊസൈറ്റി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്ന ഇതാണ് വിജയം, അതായത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലേ ജീവിതത്തിൽ വിജയം സാധ്യമാകൂ എന്നുള്ളൊരർത്ഥം നൽകുന്ന സിറ്റുവേഷനിൽ നമ്മളും ചിന്തിക്കുന്നു, ജീവിതത്തിൽ കരിയറിൽ ഒത്തിരി ഉയരത്തിൽ പോകുന്നു, ജോലി അല്ലെങ്കിൽ ഒത്തിരി സമ്പാദിക്കുന്നു, ഇതാണ് ജീവിത വിജയം എന്നുള്ള ചിന്തയിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു മറ്റു തലത്തിലേക്ക്, അതായത് നമ്മുടെ മാനസികമായിട്ടുള്ളൊരു സംതൃപ്തി, ആത്മീയത അല്ലെങ്കിൽ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നില്ലാത്തൊരു സാഹചര്യം വരും. ഇപ്പോൾ ഒരു വ്യക്തി കരിയറിന് വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുകയാണ്, അതിൽ മുന്നേറാൻ വേണ്ടിയിട്ട് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം. അതായത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ്, അതായത് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കണം ഞാൻ വലിയൊരാളാണ്, ഞാൻ വളരെ സക്സസ്ഫുൾ ആണ് എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നത് നമ്മളെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. സമൂഹത്തിൽ 99% ആളുകളും പറയുന്നില്ലെങ്കിൽ കൂടിയും ജീവിക്കുന്നത്, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോഴും അവിടെയും ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, നമ്മൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യത്തിലും നമ്മൾ വിജയം എന്ന് പറയുന്ന ഒരു മാനദണ്ഡം പണം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, പണമായിട്ട് കരുതുന്നുണ്ടാവാം.
അപ്പോൾ എല്ലാത്തിനും ആ ഒരു മാനദണ്ഡം കൊടുക്കാതെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ, നിങ്ങൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചെയ്ത് തീർക്കുമ്പോൾ അതൊരു വിജയമായിട്ട് കണക്കാക്കാൻ ശ്രദ്ധിക്കുക. ആത്മീയതയിലേക്ക് താല്പര്യം പ്രകടിപ്പിക്കുക. ദൈവിക കാര്യങ്ങളോ ആത്മീയ കാര്യങ്ങളോ, നിങ്ങളുടെ ഇമോഷണൽ വെൽബീയിങ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടി കുട്ടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജ് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ജഡ്ജ്മെൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു, നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒന്നും നമ്മൾക്ക് സമൂഹത്തിൽ നിലയും വിലയും ലഭിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അർഹിക്കപ്പെട്ട ഒന്നും തന്നെ തിരിച്ച് ലഭിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തെ ഒരു സെൽഫ് ഡൗട്ട് മാറുന്ന സമയമാണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പല ജഡ്ജ്മെൻറ്റ്, അതായത് ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകാൻ നിയമപരമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. സ്പിരിച്വൽ വേൾഡിൽ വളരെ സാധ്യതകൾ സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഉന്നമനവും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ സൂചിപ്പിക്കുന്ന നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത പ്രവൃത്തികൾ സാധ്യമാകുന്നു എന്ന് വേണമെങ്കിൽ പറയും. ഈ ഒരു സമയം നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ റിസ്കി ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ നമ്മൾ സ്വയം നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, കാരണം ഇവിടെ ചില ആളുകൾ നിങ്ങൾ ചെയ്യുന്നൊരു ജോലി, ആ ഒരു ജോലിയിൽ നിന്ന് വിട്ടുമാറി ബിസിനസ്സിലേക്കോ മറ്റെന്തിലേക്കോ പോകുന്നുണ്ടാവാം. അപ്പോൾ അതൊരു റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് നിങ്ങൾ സെൽഫ് അക്സെപ്റ്റൻസ് ആണ് അവിടെ നടക്കുന്നത്. നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യാണ്. സമൂഹമല്ല നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ തന്നെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്ന അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങളായിട്ട് ഒളിച്ചു വെച്ചിട്ടുള്ള നിങ്ങളുടെ ശരിയായിട്ടുള്ള ആ ഒരു സ്വഭാവം, നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരിക്കും നിങ്ങളുടെ ശരിയായിട്ടുള്ള പൊട്ടൻഷ്യൽ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഓപ്പൺ അപ്പ് ആവാതെ, നിങ്ങളോട് തന്നെ സത്യസന്ധത നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തോട് തന്നെ സത്യസന്ധത പാലിക്കാതെ ഇതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക. ശരിക്കും ട്രാൻസ്പെറൻ്റ് ആയിട്ട്, അതായത് നിങ്ങളുടെ ഉള്ളിൽ ഒരു ഒളിവും മറയില്ലാതെ നിങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെൽഫ് റിയലൈസേഷൻ, നിങ്ങളുടെ ശരിയായിട്ടുള്ള മോട്ടീവ്സ് എന്താണ്, നിങ്ങളുടെ ജീവിതം എന്താണ്, നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എന്നൊരു ചോദ്യം നിങ്ങളിൽ പലരും ഇപ്പോൾ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന ആളുകളിൽ നിങ്ങൾ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഇരുന്നിട്ട് നിങ്ങൾ ചോദിക്കുക, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട, അല്ലെങ്കിൽ വരാഹി ദേവി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് മറുപടി പറയും? നിങ്ങൾ ആ മറുപടി പറയുന്ന സമയത്ത് നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം, പല കാര്യങ്ങൾ, ഒരേ ഒരു കാര്യം ചോദിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് എന്ന് ചിന്തിക്കുക. നിങ്ങൾക്ക് ഒന്നും എങ്ങും എത്താൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ക്ലാരിറ്റി നേടുക, ജീവിതത്തെക്കുറിച്ചിട്ടുള്ള വ്യക്തത ഉണ്ടാവുക, നിങ്ങളുടെ നിയോഗം എന്താണെന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ എന്താണ് വേണ്ടതെന്ന് ചിന്തിക്കാം. ഇനി അഥവാ നിങ്ങളിത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ വരികയാണെങ്കിൽ അവിടെയും ക്ലാരിറ്റി ഇല്ലായ്മയാണ്. പിന്നെ അവിടെ വരുന്ന മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് പല കാര്യങ്ങൾ വേണമെന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ ആദ്യം ഫോക്കസ് ചെയ്യുക. ആ കാര്യം നേടുന്ന സമയത്ത് അതായത് ആ കാര്യം നേടിയതിന് ശേഷം മറ്റൊന്നിലേക്ക് പോകും. അത് നിങ്ങൾ പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പല കാര്യങ്ങൾ ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫിൽ, ഫിസിക്കൽ വേൾഡിൽ അത് നമുക്ക് പറ്റും. മാനിഫെസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ സമയം നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള എഴുതി വയ്ക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഏതാണ് ആദ്യം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ കൺഫ്യൂഷൻ വരുത്താതിരിക്കാൻ ക്ലാരിറ്റി അനിവാര്യമാണ്. അതിന് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്പിരിച്വാലിറ്റി അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. പേജ് ഓഫ് കപ്സ് എനർജിയാണ്. പുതിയൊരു പ്രണയം, പുതിയൊരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു സാഹചര്യം കൂടിയിട്ടാണ് ഈ ഒരു പേജ് ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ പല തലത്തിൽ നിൽക്കുന്ന, പല രീതിയിൽ ചിന്തിക്കുന്ന, പല തരത്തിലുള്ള ആളുകളായിട്ട് നമ്മൾ സമൂഹത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിലുള്ള പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു സംസർഗം എന്ന് പറയുന്ന പലപ്പോഴും പലരിലും പലതരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഫസ്റ്റ് ബ്രീത്ത് ഓഫ് ലവ്, അതായത് പ്രണയം എന്നുള്ള രീതിയിൽ കാണിക്കാം ഇതിനെ. കാരണം നിങ്ങൾ പ്രണയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രണയം നിങ്ങൾ മറ്റൊരു ലോകത്തിലാണ്. നമ്മൾ പലപ്പോഴും പറയുമല്ലോ പ്രണയത്തിലാകുമ്പോൾ വേറൊരു ലോകത്തിലാകുന്നു എന്നുള്ളത്. അതുപോലെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് ഒരു വ്യക്തിയോട്, അതായത് അതുപോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്.
അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നത്, നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്ത് ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. അപ്പോൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കൊച്ചായിരിക്കുമ്പോൾ കഴിച്ചിട്ടുള്ളത്, ചിലപ്പോൾ പുളിമുട്ടായി കഴിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ പറയാറുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ബാല്യത്തിൽ കഴിച്ചിട്ടുള്ള കുന്നിക്കുരു, മഞ്ചാടിക്കുരു, അതേപോലെയുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് വയ്ക്കുന്ന, അല്ലെങ്കിൽ കൊച്ചിലെ ഉണ്ടായിരുന്ന നിങ്ങളുടേതായിട്ടുള്ള ചില കൊച്ചു കാര്യങ്ങളും ഇപ്പോൾ നിങ്ങളത് പഴയ എന്തെങ്കിലും ഭക്ഷണ കാര്യങ്ങളായിരിക്കും അത് രുചിച്ച് നോക്കുന്നു, അല്ലെങ്കിൽ കുട്ടി കുട്ടി കാര്യങ്ങൾ ലൈഫിൽ വളരെ സില്ലിയായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, അതിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ പ്രണയം ജീവിതത്തിലേക്ക് വരുന്ന സമയമാണ്. പ്രണയം എന്നുള്ള രീതിയിൽ മാത്രമല്ല, പ്രണയശേഷം ഒരു വിവാഹവും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി പ്രണയത്തിലായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത് എങ്കിൽ ഒരു പ്രണയ വിവാഹം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്, നിങ്ങളിലേക്ക് എത്താൻ അതിന് സമയമായിരിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ നിങ്ങളിപ്പോൾ പ്രണയത്തിലായിട്ടുള്ളൊരു വ്യക്തിയാണ്, കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു ആ ഒരു നെക്സ്റ്റ് ടേണിംഗ് പോയിന്റിലേക്ക് വരികയാണ്. വിവാഹ ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹ ജീവിതം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. ഇത് സൂചിപ്പിക്കുന്ന ഒരു മാരേജ് ആണ് ഇവിടെ കാണിക്കുന്നത്. സന്തോഷവും സമൃദ്ധിയും ഐശ്വര്യവും, ജീവിതത്തിലെ ആഘോഷങ്ങളുടെ ഒരു സമയത്തിലേക്ക് പോകുന്നു. ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, നൃത്തം, സംഗീതം, ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ ആണെന്നുള്ളത് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ പലരും പറയുന്നത് വിവാഹം അത്ര പ്രാധാന്യമുള്ളൊരു, അല്ലെങ്കിൽ വിവാഹമല്ല ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്നുള്ള പലരും പറയുന്ന ഒരു കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യം ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പിന്നെ നമ്മൾ ഒരാളുടെ ജീവനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ടൊന്നുമില്ല. ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ ജീവൻ തന്നെയാണ്. ആ ജീവൻ നിലനിർത്തുന്നതും ആ ജീവൻ നല്ല രീതിയിൽ പൊതിഞ്ഞു പിടിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുക എന്നുള്ളതാണ്. നല്ലൊരു ബന്ധമാണ് നിങ്ങൾക്ക് അതിന് അനിവാര്യമായിട്ട് വേണ്ടതെങ്കിൽ അതാണ് നിങ്ങളുടെ ജീവന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സോൾ കണക്ഷൻ, ആ ഒരു എനർജി, ഫാമിലി, റിലാക്സേഷൻ, റിലീഫ്, ഇതൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എന്ത് തന്നെയായാലും പലതരത്തിലുള്ള ആഘോഷങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കായിട്ട് വരാഹി ദേവി ചൊരിയുന്ന അനുഗ്രഹം നിങ്ങൾ ഈ അടുത്ത് തന്നെ വരുന്ന 3 മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആഘോഷമാവാം. അത് സൂചിപ്പിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ സന്തോഷം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം. ചില ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെയോ ഉത്സവങ്ങൾ, ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഇനി ഗ്രാമപ്രദേശത്ത് ആണെങ്കിലോ മറ്റിടങ്ങളിലൊക്കെ ഒരുമിച്ച് ചേർന്നിട്ട്, ഇപ്പോൾ ആരുടെങ്കിലും വീട്ടിലെന്തെങ്കിലും ആഘോഷമാകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു രീതി കണ്ടുവരുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ആഘോഷത്തിന് പുറത്തുനിന്ന് കാറ്ററിംഗ് സർവീസ് വിളിക്കാതെ നിങ്ങൾ വീട്ടിൽ തന്നെ കുടുംബക്കാർ, ബന്ധുക്കൾ, അയൽവാസികൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നതോ, അതായത് അതും ഒരു ആഘോഷമാണ്. ഒരുമിച്ച് ചേർന്ന് കാര്യങ്ങൾ ചെയ്ത് അതൊരു വിജയമാക്കി, അതായത് വ്യത്യസ്തമായിട്ട് സഹകരണ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി, സമൂഹം, സൊസൈറ്റി, ഇതിനൊക്കെ വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യവും ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എയ്സ് ഓഫ് സോർട്സ് എനർജിയാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും വിദേശത്ത് താമസിക്കുന്ന ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം. ഇവിടുത്തെ എനർജി സ്വാർട്സ് എനർജിയാണ്, ബാറ്റ് എനർജിയാണ്. ഈ ഒരു കാർഡിൻ്റെ പ്രത്യേകത കടൽ കടന്നു വരുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ യുദ്ധം കാണിക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധവുമായിട്ട് എന്തോ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം വിദേശത്തുള്ള നിങ്ങളുടെ ആരോ അടുപ്പമുള്ള ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യവും ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് ഒരു പോസിറ്റീവ് എനർജി, മുന്നോട്ടേക്കുള്ള ജീവിതത്തിൽ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു കണക്ഷൻ, ആ ഒരു ഇതാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അത് ഓരോരുത്തരിലും വ്യത്യസ്തമായിരിക്കും, അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നില്ല. എന്തായാലും കിങ് ഓഫ് സോർട്സ് എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. കിങ് ഓഫ് സോർട്സ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ട് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പൂർണ്ണതയിലേക്ക്, അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ, നിങ്ങൾക്കായിട്ട് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയിട്ടാണ് ഇതിവിടെ തരുന്നത്.
അതായത് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ഒറ്റയ്ക്ക്, പക്ഷേ ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ സക്സസ്ഫുൾ ഒരു ജീവിതം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എഞ്ചിനീയർ നിങ്ങൾ തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. കോൺഫിഡൻ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ടുള്ള ധാരണയോട് കൂടിയിട്ട് നിങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നത് സ്പിരിച്വാലിറ്റിയും ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ കണക്ഷൻസ്, ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ പെർസ്യൂട്ടാണ് കാണിക്കുന്നത്. ആ ഒരു പാതയിലൂടെ നിങ്ങൾ മുന്നേറുന്നു എന്നുള്ളതാണ്. അപ്പോൾ കരിയർ വൈസ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്പിരിച്വൽ ആൻഡ് ഇമോഷണൽ പെർസ്യൂട്ടും കാണിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമുക്ക് പൈൽ നമ്പർ 2ലേക്ക് കിടക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പൈൽ നമ്പർ 2 വരാഹി ദേവി, വരാഹി അമ്മൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം പൈൽ നമ്പർ 2. King of Wands, 5 of Pentacles, 9 of Cups, Queen of Pentacles, Fool energy, and നിങ്ങളുടെ ലാസ്റ്റ് കാർഡ് വന്നിട്ട് 5 of Swords. പൈൽ നമ്പർ 2 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 of Swords and 5 of Pentacles എനർജി കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ അകാരണമായിട്ടുള്ള ഭയം കാണിക്കുന്നത്. നിങ്ങളുടെ അതോടൊപ്പം തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ആൻഡ് കിങ് ഓഫ് വോൺസ് എനർജി കാണിക്കുന്നുണ്ട്. ഈ ഒരു കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭയമുണ്ട്. ആ ഒരു ഭയം നിങ്ങളെ മുന്നോട്ടേക്ക് പോകുന്നതിൽ നിന്ന് പുറകോട്ടേക്ക് വലിക്കുന്ന ഒരു കാര്യമാണ്. ബാഹ്യമായിട്ടുള്ളൊരു ശക്തിയോ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ളൊരു പുറത്തു നിന്നുള്ള ഒന്നുമല്ല നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്നത്. നിങ്ങളെ പുറകോട്ടേക്ക് നയിക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലുള്ള സംശയം, സെൽഫ് ഡൗട്ട്, കോൺഫിഡൻസ് ഇല്ലായ്മ, അകാരണമായിട്ടുള്ള ഭയം, സ്ട്രെസ്, നെഗറ്റിവിറ്റി, ഇതൊക്കെയാണ്. ഈ എനർജി കിങ് ഓഫ് ഫോൺസ് എനർജിയാണ് നിങ്ങളിലേക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു എനർജി ഇവിടെ കാണിക്കുന്നത്. ഈ എനർജി ഓഫ് കിങ് ഓഫ് ഫോൺസ് നിങ്ങളുടെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം എന്ത് കാര്യത്തിനാണെങ്കിലും മുന്നിട്ടിറങ്ങുമ്പോൾ, ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിസിനസ് ഒരു ഓൺട്രപ്രണറിയൽ എനർജി നിങ്ങളിൽ ഉണ്ട് താനും. പക്ഷെ നിങ്ങളുടെ ഉള്ളിലൊരു ഭയമാണ്. അത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഞാൻ അഥവാ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ബിസിനസ്സിൽ ലോസ് എന്തെങ്കിലും ഉണ്ടാവും, എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക്, എന്താണ്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് യു ആർ എ നാച്ചുറൽ ബോൺ ലീഡർ. നിങ്ങളുടെ ജന്മം ഒരു ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. പക്ഷേ അതിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഏത് രീതിയിലൊക്കെ പരിശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒരു ഓൺട്രപ്രണറിയൽ എനർജിയാണ്. അതായത് ഒരു ബിസിനസ്സിലാണ് നിങ്ങൾക്ക് സക്സസ്. മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യതകൾ കുറവാണ്. അപ്പോൾ നിങ്ങൾ ബിസിനസ്സുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിലാണ് സാധ്യതകൾ ഏറി നിൽക്കുന്നതായിട്ട് ജീവിതത്തിൽ കാണിക്കുന്നത്. അപ്പോൾ അൾട്രാ സക്സസ്ഫുൾ എനർജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തിയാൽ ജീവിതത്തിൽ ഉയർച്ച തന്നെയാണ് കാണിക്കുന്നത്. വളരെ ക്രിയേറ്റീവായിട്ടുള്ളൊരു എനർജി, ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു ലൈഫിൽ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ മിടുക്കരാണ്. നല്ല ഐഡിയാസ്, ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ, നിങ്ങളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ തീരെ പരിചിതമില്ലാത്തൊരു മേഖലയിലാവാതെ നിങ്ങൾക്ക് ഏകദേശം ഒരു അറിവുള്ളൊരു മേഖല, ഇതിനു മുമ്പ് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള മേഖലയിലാണെങ്കിൽ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പല കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മുന്നോട്ടേക്കാണ് പോകുന്നത്. നിങ്ങൾ പഠിച്ച് മുന്നോട്ടേക്ക് ലൈഫിൽ പോകുന്നു എന്നുള്ള ഒരു എനർജിയാണ്. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, സക്സസ് ടൈംലെസ് എനർജിയാണ് ഇത്. ഈ ഒരു എനർജി നിങ്ങളിത് എപ്പോൾ കേൾക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് നമ്മൾ ടൈംലെസ് നോർമലി പറയുക. എന്നിരുന്നാലും ഇവിടെ ഈ ഒരു ടൈംലെസ് എന്ന് ഉദ്ദേശിക്കുന്നതും നിങ്ങൾ ലൈഫിൽ എപ്പോൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 25 അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 45 അല്ലെങ്കിൽ ഒരു 65, നിങ്ങളൊരു 70 ഇയേഴ്സ് ആണെങ്കിലും നിങ്ങൾ ഏത് പ്രായത്തിലാണോ നിങ്ങൾ തുടങ്ങുന്നത് ആ പ്രായത്തിലും
നിങ്ങൾക്ക് ലൈഫിൽ ബിസിനസ് സക്സസ്ഫുൾ ആക്കി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് വലിയ രീതിയിലുള്ള റിസ്ക് ഇല്ലാതെ, തിരക്കേടില്ലാത്ത റിസ്ക് ഉള്ളതൊക്കെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഉള്ളത്. പക്ഷേ വലിയ തിരക്കേടില്ലാത്ത റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ്സും മുന്നേറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ സാധ്യതകളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യങ്ങൾ ചേർത്ത് പറയാം. ലിയോ എനർജിയാണ്, കിങ് ഓഫ് ഫോൺസ് എനർജിയാണ്. നമ്മൾ സക്സസ് എന്ന് പറയും, വിജയം, അതേപോലെ മുന്നേറ്റം, സ്വന്തം അധ്വാനത്തിലാണ് ഞാൻ മുന്നിട്ട് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതൊരു പ്രൗഡ് ഫീലിംഗ് ആണ്, അഭിമാനം. അതിൻ്റെ കൂടെ ചേർത്ത് വരുന്ന ഒരു കാര്യം അറോഗൻസ് ആണ്. ധാർഷ്ട്യം. നമ്മളെന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ എന്നെക്കൊണ്ടെല്ലാം പറ്റും, അല്ലെങ്കിൽ ഞാനെല്ലാം ആണ് എന്നുള്ള കാര്യം, ആ ഒരു അറഗൻസ് മൈൻഡിൽ വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കാം. അതിനോടൊപ്പം വരുന്നതാണ് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻ. അൺറിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ വിജയിച്ചിട്ടുണ്ടാകാം, പല കാര്യങ്ങളിലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടാവും. പക്ഷേ അങ്ങനെ മുന്നോട്ടേക്ക് പോയൊരു ലെവലിൽ എത്തുമ്പോൾ നമ്മൾക്ക് ആ ഒരു അഹം എന്നുള്ളൊരു ഭാവം, അഹങ്കാരം നമ്മുടെ ഉള്ളിൽ വരാം. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് റിസ്ക് ആണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാലും അതൊന്നും വലിയ പ്രശ്നമല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഭാവത്തിലേക്ക് നമ്മൾ ചെന്നെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിലേക്ക് എത്തുന്നു എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ട് എങ്കിൽ സ്വയം ഒന്ന് പുറകോട്ടേക്ക് വലിക്കാം, സ്പിരിച്വലി കണക്റ്റഡ് ആവുക. കാരണം പുറകോട്ടേക്ക് വലിക്കുക എന്ന് ഉദ്ദേശിച്ചാൽ അമിതമായിട്ടുള്ള ഓവർ എക്സ്പെക്റ്റേഷനൊക്കെ വച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. ഒരു പരിധി വരെയുള്ള സക്സസ്സിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. കാരണം നമ്മുടെ എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ആ ഒരു അഹം എന്നുള്ളൊരു ഭാവം ഉള്ളിൽ വരാം. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ എനർജി ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നു. ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അഹം എന്നുള്ളൊരു ഭാവം ഉള്ളിലേക്ക് വന്നാൽ ഫിനാൻഷ്യൽ ലോസസ് വരാമെന്നുള്ളൊരു സന്ദേശമാണ്. അത് ചില ആളുകളെ സംബന്ധിച്ച്. മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്ന ഈ ഒരു എനർജി, 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സൂചിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റാണ്. 5 ഓഫ് പെൻറ്റക്കിൾസ് എനർജി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫിനാൻസ്, സാമ്പത്തികമോ ശാരീരികമായിട്ടോ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് നിങ്ങൾ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാവരിലും മൈൻഡ് സെറ്റ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ എപ്പോഴെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റീസ് വരും. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല ആളുകളും പറയാറുള്ള ഒരു കാര്യം, ഇപ്പോൾ ചില ആളുകൾ സാമ്പത്തികമായിട്ട് വലിയ മുന്നിട്ടല്ല എങ്കിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കിടന്ന് പെടാപ്പാട് പാടുകയാണ്. അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നു എങ്ങനെയുണ്ട്, അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ എങ്ങനെയൊക്കെ തട്ടിമുട്ടിയും പോകുന്നു എന്നാണ് നിങ്ങളുടെ ഉത്തരം. അതങ്ങനെയാണ് എങ്കിൽ കൂടിയും നിങ്ങൾ ഒരാളോട് പറയുന്നത് നിങ്ങളുടെ വാക്കുകൾ, ആ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതാണ്. നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് എങ്ങനെയുണ്ട്, നല്ലതാണ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ നല്ലതായിട്ടിരിക്കുന്നത്, എന്താണ് എന്നുള്ള ചോദ്യത്തിലേക്ക് അധികം വരൽ കുറവാണ്. ഇനി അഥവാ തിരിച്ച് അങ്ങനെയുള്ള കൂടുതലായിട്ട് ഒരാൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന രീതിയിൽ ചോദിച്ചാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളോ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു, എത്ര ശമ്പളം കിട്ടുന്നു, ആ ശമ്പളം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് അവിടെ വിളമ്പാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തേത് ആദ്യം പറഞ്ഞ കാര്യം തന്നെ, ആരെങ്കിലും നിങ്ങളോട് വന്ന് സാമ്പത്തികം ചോദിക്കുമ്പോൾ എപ്പോൾ ചോദിച്ചാലും ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സ്ട്രോങ് മെസ്സേജ് ആണ് കേട്ടോ. കാരണം നിങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഈ ഒരു എനർജി. ഒന്ന് ഫിനാൻസ്, ഒന്ന് ഹെൽത്ത്. ചില ആളുകൾ അപ്പോൾ സാമ്പത്തികമായിട്ട് ചില ആളുകൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പറയുന്നുണ്ടാവാം, അപ്പോൾ സാമ്പത്തികമായിട്ട് തട്ടിമുട്ടിയൊക്കെ പോകുന്നു എന്ന് പറയുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, മറ്റാരെങ്കിലും ആയിരിക്കാം. അവർ പക്ഷേ അവർക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ, അവർ സുഖമായിട്ട് പോകുന്നു എന്ന് പറയാം. ഇത് ഫിനാൻസിൽ തന്നെ ആയിരിക്കണമെന്നില്ല തട്ടിയും മുട്ടിയും പോകുന്നത്, ഹെൽത്തിലും ബാധിക്കാം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും എപ്പോഴും ഉണ്ടാവാം. ശാരീരികമായിട്ട് ഇപ്പോൾ ഹെൽത്ത് വൈസ് നോർമലാണെങ്കിൽ ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ നമ്മളുടെ ചിന്തകൾ നമ്മുടെ നാവിൽ നിന്ന് വരുന്നത് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന, നമ്മൾ ആ യൂണിവേഴ്സിന് കൊടുക്കുന്ന ഒരു സന്ദേശം കൂടിയാണത്. കാരണം നമ്മൾ ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പിന്നെ 9 ഓഫ് കപ്സ് എനർജിയാണ് ഇവിടെ. ഈ ഒരു 9 ഓഫ് കപ്സ് എനർജി സൂചിപ്പിക്കുന്നത്, ഒന്ന് 9 ഓഫ് കപ്സ് എനർജി പൊതുവെ പറയാൻ നമ്മൾ വിഷ് കാർഡാണ്, ആഗ്രഹ സബലീകരണം. ഇവിടുത്തെ ഒരു എനർജിയിൽ ഈ ഒരു 9 ഓഫ് കപ്സിൻ്റെ ഭാവം എന്ന് പറയുന്നത് കുറച്ചൊരു അഹം എന്നുള്ളൊരു ഭാവമാണ്. എല്ലാം എനിക്ക് എന്തും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ദൈവമായി മാറി എന്നുള്ള ചിന്തയിലേക്ക് വരും. നമ്മൾ
മറ്റ് കഥകളിലൊക്കെ കേട്ടിട്ടില്ല പല അസുരന്മാരുടെയും വരം വാങ്ങിക്കുന്നു. ഇപ്പോൾ ഭസ്മാസുരൻ വരം വാങ്ങിക്കുക. അപ്പോൾ നമ്മൾ പറയുമല്ലോ ചില അസുരന്മാർ വരം വാങ്ങിക്കുന്ന സമയത്ത് ഇന്ന വരം തരുന്നു എന്ന് പറഞ്ഞാൽ അത് വരം തന്ന ആളിൽ തന്നെ പരീക്ഷിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ ദൈവമായിട്ട് മാറുകയാണ്. അത് അവരെ തന്നെ വരം തന്ന ദൈവത്തെ തന്നെ പരീക്ഷിക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് കയറാൻ നോക്കുമ്പോൾ അത് അവരുടെ നാശത്തിലേക്കാണ് പോകുന്നത്. അതുപോലെ നിങ്ങളൊരു ആഗ്രഹം എന്ന് പറയുന്നത് പലരും മനുഷ്യർ ആഗ്രഹങ്ങളില്ലാത്ത മനുഷ്യരില്ല. ആഗ്രഹ സബലീകരണത്തിലേക്ക് നിങ്ങൾ ചെന്നെത്തുമ്പോൾ അത് നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഏത് രീതിയിലേക്കാണ് നിങ്ങളിത് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കുക. കാരണം പൊതുവേ ഈ 9 ഓഫ് കപ്സ് എനർജി നമ്മൾ ആഗ്രഹം സബലീകരിച്ചു കഴിഞ്ഞ് നമ്മൾ ചില ആളുകളെ സംബന്ധിച്ച് ഇത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വഴിപാട് നേർന്നിട്ടുണ്ടാവും ഇന്ന കാര്യം നടന്നാൽ. പക്ഷേ ആ വഴിപാട് നിങ്ങൾ കാരണം അത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വീട്ടിൽ തിരക്കായതുകൊണ്ട് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അമ്പലം കുറേ ദൂരെയാണ്, അല്ലെങ്കിൽ പള്ളി കുറച്ച് ഒത്തിരി ദൂരെയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പോകാൻ പറ്റില്ല, ഇത് എന്ന് വെച്ചിട്ട് പലരും മാറ്റി വയ്ക്കുന്നുണ്ടാവും. ഇവിടെ ചിന്തിക്കേണ്ടുന്ന കാര്യം നിങ്ങളുടെ ഈ ആഗ്രഹം അത്രയും തീവ്രമായിരുന്നു, ഈ ആഗ്രഹം നിങ്ങൾക്ക് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊരു വഴിപാട് നേർന്നിട്ടുള്ളത്. അപ്പോൾ ആ വഴിപാട് ആഗ്രഹം സബലീകരിച്ചു കഴിയുമ്പോൾ ആ വഴിപാട് കഴിപ്പിക്കാനായിട്ട് നിങ്ങൾ നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട് എങ്കിൽ യു ആർ ഡിലേയിങ് ദ ഗ്രാറ്റിറ്റ്യൂഡ്. അതായത് നിങ്ങൾക്ക് ആഗ്രഹം സാധിച്ചു, അതിന് നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കാൻ നിങ്ങൾ തയ്യാറല്ല, കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ട് നന്ദി പ്രകടിപ്പിക്കാം എന്ന് പറയുന്ന പോലെയാണ് യു ആർ ഡിലേയിങ് ദ ഗ്രാറ്റിഫിക്കേഷൻ. അത് നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസാണ്, പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് നന്ദി അർപ്പിക്കുക. അതാണ് നിങ്ങളുടെ പ്രയോറിറ്റി. കാരണം അതത്ര വലിയ കാര്യമല്ലല്ലോ, പിന്നെ ചെയ്താലും മതിയല്ലോ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മളത് പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്നത്, സമയമില്ല എന്നുള്ളത്. നമ്മൾക്ക് പ്രധാനപ്പെട്ട കാര്യത്തിന് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ആഗ്രഹിച്ച് നടന്നെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് തന്നെ, അല്ല നിങ്ങൾ ചിലപ്പോൾ ഹോസ്പിറ്റലായി പോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ അത് അംഗീകരിക്കുന്ന കാര്യം. അതല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ആഗ്രഹം സബലീകരിക്കുക എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക. ആഗ്രഹ സബലീകരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഈ എനർജി പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തേണ്ടുന്ന കാര്യം സമയമൊന്നുമല്ല. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന, സ്വന്തമായിട്ട് അധ്വാനിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്ന സമയമാണ്. സർക്കാർ ജോലിയൊക്കെ ശ്രമിക്കുന്നവർക്ക് കിട്ടേണ്ടുന്ന സമയമാണ്. അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് മറ്റ് ഉയർച്ച ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് മുന്നേറ്റം ആഗ്രഹിക്കുന്നവരും മുന്നോട്ടേക്ക് പോകുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് ഇപ്പോൾ. പക്ഷേ ഈ ഒരു ജോലിയുമായിട്ടൊക്കെ മുന്നോട്ടേക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്, സെൽഫ് സാബിറ്റേജ്, നേരത്തെ പറഞ്ഞ എനർജിയാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട്. കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫൈവ് ഓഫ് പെൻഡക്കിൾസ് എനർജിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജിയിലേക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുന്നത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഫിനാൻഷ്യൽ സ്ട്രെസ്സാണ്. നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രെസ് അല്ല ഉള്ളിൽ വരേണ്ടത്, നമ്മൾ ഫിനാൻഷ്യൽ അബണ്ടൻസിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു സ്ട്രെസ്സായിട്ട് അത് ഏറ്റെടുക്കാതിരിക്കുക. അങ്ങനെ എടുക്കുമ്പോൾ ഒരു നമ്മൾ സ്വയം നശിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുന്നു, അതിന് നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളൊരു ചിന്തയിലേക്കാണ് നിങ്ങൾ കണക്ട് വിത്ത് മണി എന്ന് പറയുമ്പോൾ പലർക്കും മണിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് മണി നിങ്ങളുടെ കയ്യിൽ നിൽക്കാതെ പോകുന്നത്. സോ കണക്ട് വിത്ത് മണി എന്നുള്ളൊരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളൊരു സെൽഫ് വർത്ത്, സെൽഫ് ലവ്, സെൽഫ് കെയർ ഇതൊക്കെ നിങ്ങൾ എടുക്കുക. നിങ്ങളുടെ ഉള്ളിൽ സെൽഫ് വർത്ത് ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളൊരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ലൈഫിൽ. അപ്പോൾ സാമ്പത്തിക മുന്നേറ്റത്തിന് ആദ്യം വേണ്ടുന്നത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു അവയർനെസ്, മുന്നേറ്റം എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളത് ചിന്തിക്കുക. അതിനാദ്യം വേണ്ടത് നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ്, സെൽഫ് വർത്ത്. അപ്പോൾ ഫെയ്ത്ത് ആണ് വേണ്ടത്. സ്വയം വിശ്വസിക്കുക, എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക്, ഇപ്പോൾ ജോലിയാണെങ്കിൽ എനിക്ക് ഈ പൊസിഷനിലേക്ക് എത്താനുള്ള കഴിവുണ്ട്, അതിന് ഐ എം വർത്ത് ഇറ്റ് എന്ന് പറയുന്ന ഒരു ഇതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ പൊസിഷനിൽ ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകും എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ ജീവിതത്തെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്.
ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. ജീവിതം വ്യത്യസ്തമായിട്ട് ജീവിതത്തെ കാഴ്ചപ്പാടിലൂടെ മുന്നേറുന്നു. സമ്പത്തിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിങ്ങൾ മുന്നേറാണ്. ത്യാഗം, ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടോ ത്യാഗമാണ് ജീവിതത്തിൽ ഏറ്റവും, അത് പല കാര്യങ്ങളും നമ്മൾ സാക്രിഫൈസ് നമ്മുടെ ഗോള്, അതായത് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഒരു സാക്രിഫൈസ് അത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ വെറുതെ സാക്രിഫൈസ് ചെയ്യുന്ന ഒരു എനർജിയിലേക്കല്ല പോകേണ്ടത് എന്നുള്ളത് കൂടി എടുത്ത് പറയുന്നു. സ്വയം വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക. കാരണം ഇവിടെ ഒരു കോമ്പറ്റീഷനും സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു 5 ഓഫ് സോർട്സ് എനർജി കോമ്പറ്റീഷനാണ്. എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ട് എന്നുള്ളത് വെച്ച് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയാൽ നമ്മൾ എന്നും എത്താതെ പോകും. ലൈഫിൽ ആരായാലും എവിടെയായാലും ഏത് സിറ്റുവേഷനിലായാലും നമുക്ക് എപ്പോഴും കോമ്പറ്റീഷൻ ഉണ്ടാവും. നമുക്ക് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് മറ്റാരും അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങൾ ചെയ്യുന്ന വർക്ക്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ യുണീക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അതിൽ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റും. അതായത് മറ്റൊരാളിപ്പോൾ നിങ്ങളൊരു വ്യക്തി ഒരു കടയിൽ ഒരു ഇന്ന കാര്യത്തിൽ ഇതിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ വില കുറച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ വില കുറച്ച് കൊടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കച്ചവടം മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. വില കുറച്ചാണോ കൊടുക്കേണ്ടത്, അതോ നല്ല കാര്യങ്ങൾ നല്ല രീതിയിൽ ഇൻ്റലിജൻ്റ് ആയിട്ട് എങ്ങനെ വില കുറയ്ക്കാതെ എങ്ങനെ നല്ല രീതിയിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ അപ്പുറത്ത് പോകുന്ന ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വ്യക്തമായിട്ട്, അതായത് കോമ്പറ്റീഷൻ വരുമ്പോൾ വ്യക്തമായിട്ട് അത് ചിന്തിച്ചാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഒരാൾ വില കുറച്ചു എങ്കിൽ നിങ്ങൾ അതിലും വില കുറച്ചാൽ നിങ്ങളുടെ കച്ചവടത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് അയാളുടെ അടുത്തല്ല കോമ്പറ്റീഷൻ വയ്ക്കേണ്ടത്. അയാൾ വില കുറച്ചെങ്കിൽ ഞാൻ അതിലേയും വില കുറയ്ക്കാമെന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ക്വാളിറ്റി, നിങ്ങളുടെ ക്ലാസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ ലൈഫിൽ മുന്നോട്ടേക്ക് പോകാമെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. ഇതാണ് നിങ്ങളുടെ മെയിൻ തീം വന്നിരിക്കുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എനർജി ജീവിതത്തിലേക്ക് ഒരു മുന്നേറ്റം സാധിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ച് കരിയറിലെ മാറ്റങ്ങളും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നതോടൊപ്പം തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾക്ക് സ്ഥിരവരുമാനമുള്ള ജോലിയൊന്നുമില്ല, ഫൈനലി അങ്ങനെ ഒരു ജോലിയിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു ജോലി വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു ജോലി കാണിക്കുന്നു, പെർമനൻറ്റ് ജോലിയിലേക്ക് പോകുന്നു എന്നുള്ളത് കാണിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വന്തമായിട്ടൊരു വീട്, പ്രത്യേകിച്ച് വിദേശത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ത്യക്ക് വെളിയിലും നിങ്ങൾ വിദേശത്ത് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കും, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു വീട് വയ്ക്കുകയോ ചെയ്യുന്നതിൻ്റെ ഒരു സംതൃപ്തിയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമ്മൾ പൈൽ നമ്പർ 3യിലേക്ക് കിടക്കാം. പൈൽ നമ്പർ 3 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ പൈൽ നമ്പർ 3, വരാഹി അമ്മൻ, വരാഹി ദേവി നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പൈൽ നമ്പർ 3 എന്ന് നമുക്ക് നോക്കാം. King of Swords, 3 of Wands, 4 of Swords, 9 of Swords, 3 of Swords, Hermit. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്ന ഒരു എനർജി. നിങ്ങളുടെ എനർജിയിൽ പറയുന്നത് ഈ ഒരു കിങ് ഓഫ് സോർട്സ് എനർജി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച ലെവലിലേക്ക് എത്താനും മുന്നേറാനും ഒക്കെയുള്ള സാധ്യതയും ഒക്കെ നിങ്ങളിൽ കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു മാനിപ്പുലേഷൻ, മറ്റുള്ളവർ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും മറ്റുള്ളവർ നിങ്ങളെ തകർക്കാൻ മുന്നേറുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്ക് തിരിച്ചടികൾ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ചില കാര്യങ്ങൾ കടന്നു പോകുന്നു. അല്ലെങ്കിൽ അഥവാ നിങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മറ്റു ചില കാര്യങ്ങൾ നല്ല സ്ട്രാറ്റജിക് ആയിട്ട് കൈകാര്യം ചെയ്ത് ഇൻ്റലിജൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളൊരു ഹയർ പൊസിഷനിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പാർഷ്യാലിറ്റി ഇല്ലാതെ കാര്യങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഒരു ബോസ് ഒരു ഹയർ പൊസിഷനിലാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിന്ന് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ്.
വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ നല്ലൊരു അതോറിറ്റി പൊസിഷനിൽ നിന്ന് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ളത് കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ ചിന്ത ഇങ്ങനെയാണ് എങ്കിൽ, അതായത് എനിക്ക് ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം എൻ്റെ ലൈഫ് ഇങ്ങനെയാണ്, സാമ്പത്തികമായിട്ട് മാതാപിതാക്കൾക്ക് അധികം സമ്പത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല, അല്ലെങ്കിൽ പാരൻസ് ഇങ്ങനെ ആയതുകൊണ്ട് പാരൻസിൻ്റെ അനുവാദം അങ്ങനെ പല പല കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെയായതിന് കാരണം ഇതാണ്, അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നതിനൊരു ജസ്റ്റിഫിക്കേഷൻ നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഓരോ ന്യായങ്ങൾ കണ്ടുപിടിച്ച് നിരത്തുന്നു എങ്കിൽ ലൈഫിൽ മുന്നേറാൻ അത് നിങ്ങളെ സഹായിക്കുന്ന ഒന്നല്ല. അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന നെഗറ്റിവിറ്റിയിലാണ്. അപ്പോൾ നിങ്ങൾ പോസിറ്റിവിറ്റിയിൽ ഫോക്കസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ മുന്നേറാൻ സാധ്യമാകുന്നുള്ളൂ. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. നിങ്ങളുടെ കഴിവുകൾ എന്താണ്, കഴിവുകൾ എങ്ങനെ മുന്നോട്ടേക്ക് പ്രോത്സാഹനത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം, എങ്ങനെ ധൈര്യമായിട്ട് ജീവിതം നയിക്കാം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ക്ലിയർ ആയിട്ടുള്ളൊരു തോട്ട് പ്രോസസ്സിലേക്ക് പോവുക. ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രത്യേകതരം, നിങ്ങൾക്ക് നല്ല കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളെ പുറകോട്ടേക്ക്, തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിരുന്നിരിക്കില്ല, പക്ഷെ സാഹചര്യം അനുകൂലമായിട്ടുള്ളവരല്ല എല്ലാവരും. ഇത് വലിയ വലിയ പൊസിഷനിലൊക്കെ എത്തി നിൽക്കുന്നവരെല്ലാം സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുള്ളവരല്ല. നമ്മൾ പലരും പലപ്പോഴും പറയാറുള്ള കാര്യമാണല്ലോ. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് പലരെയും സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾ, സാധാരണ ജോലിയിൽ നിന്നിട്ടുള്ള അംബാനി അവരുടെ ആ ഒരു എംപയറിൻ്റെ തുടക്കത്തിൽ തന്നെ നോക്കുകയാണെങ്കിലും വളരെ ചെറിയൊരു രീതിയിൽ തന്നെയാണ്. അതല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള മറ്റ് വലിയ ഇപ്പോൾ KFC അല്ലെങ്കിൽ മറ്റേതെങ്കിലും തലത്തിലുള്ള വലിയ വലിയ ബ്രാഞ്ചസ് ഉള്ള ഒത്തിരി ബ്രാഞ്ചസ് ഉള്ള പലതല കമ്പനീസും അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിലാണെങ്കിൽ അവർ പഠിച്ചിട്ടുള്ളതോ അവർ നിന്നിട്ടുള്ളതോ അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്നും എളുപ്പമായിരുന്നില്ല, പക്ഷേ അവർ പൊരുതിയാണ് നേടിയിട്ടുള്ളത്. സോ മെത്തഡോളജിക്കലായിട്ട് നിന്ന് കോൺഫിഡൻ്റ് ആയിട്ട് ലൈഫിൽ മുന്നോട്ടേക്ക് പോവുക, ശരിയായിട്ടുള്ള രീതിയിൽ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. അതോടൊപ്പം തന്നെ ഒരു 3 of Wands എനർജിയാണ്. ഈ ഒരു എനർജി ഓഫ് 3 of Wands നിങ്ങളിലേക്ക് നൽകുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ്. നിങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ട കർമ്മവും നിങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ കാര്യങ്ങൾ മുന്നിട്ട് നിൽക്കുന്നില്ല എങ്കിൽ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന റിസൾട്ട്, നിങ്ങൾ എടുത്ത എഫേർട്ടിനുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രപഞ്ചശക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ ആംബിഷൻ എന്താണ്, നിങ്ങൾ അതിനുവേണ്ടി ചെയ്ത പ്ലാൻസ്, അതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വർക്ക്, ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതിനുള്ളൊരു സമയം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നുണ്ട്. സ്ലോലി അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ് എന്നുള്ളത് തന്നെയാണ്. യു ആർ മൂവിങ് ത്രൂ ആ ഒരു എനർജിയിൽ കൂടി, ആ ഒരു മൈൽ സ്റ്റോണിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്, നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതായിട്ടും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത് റിലേഷൻഷിപ്പ് എനർജിയാണ്. അത് നമ്മൾ അടുത്ത കാർഡിൽ മുന്നോട്ടേക്ക് കൂടുതലായിട്ട് പറയാം. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചൊരു ലക്കി ബ്രേക്കാണ് ലൈഫിൽ സംഭവ്യമാകുന്നത്. നിങ്ങൾ ഫേമസ് ആവുന്ന ഒരു എനർജിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കലാപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവ് വേണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഓരോരുത്തരുടെ എനർജി ഓരോ തരത്തിലാണ്. നിങ്ങൾ ഫേമസ് ആവാനുള്ള ഒരു ഡെസ്റ്റിനി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ നിങ്ങൾ ആ ഒരു ഹൈലി ഫേമസ് ആവുന്ന ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും കാണുന്നുണ്ട്. നിങ്ങൾ എന്തിനാണോ വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു എനർജി നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ ഈ ലൈഫിൽ നിങ്ങളോടൊപ്പം എന്ത് കാര്യത്തിനാണോ നിങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് അതിൽ ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോടൊപ്പം നിങ്ങളെ മുന്നേറാൻ സഹായിച്ചു കൊണ്ടിട്ട് നിങ്ങളോടൊപ്പം നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തോ കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കർമ്മം ഒരു പക്ഷേ റിച്വൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങളാവാം, പൂജ അങ്ങനെയുള്ള കാര്യങ്ങളാവാം. അതല്ലെങ്കിൽ ചില ആളുകൾ ഇത് എന്തോ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ബലിയിടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുടങ്ങിപ്പോയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ബലിയിടുന്നു, കാശി രാമേശ്വരം യാത്ര നടത്തുന്നു. അതുപോലെ തന്നെ മറ്റ് മതത്തിൽപ്പെട്ടവർ ഒരു മതപരമായിട്ടുള്ള യാത്രകൾ, ചടങ്ങുകൾ, കാര്യങ്ങൾ പൂർവികർക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് ഒത്തിരിയധികം ഈ ഒരു സമയത്ത് പ്രയോജനം ചെയ്യുന്നതാണ്. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴികാട്ടി, നിങ്ങളുടെ ജീവിതത്തിൽ ക്ലാരിറ്റി ഇല്ല, വ്യക്തത ഇല്ല എങ്കിൽ വ്യക്തത നിങ്ങൾക്കുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്
ഫോർ ഓഫ് വൺസ് എനർജിയാണ്. അപ്പോൾ റിലേഷൻഷിപ്പ് ഇതൊരു ലക്കി ബ്രേക്കാണ് ലൈഫിൽ നിങ്ങൾക്ക് പറയാം. കാരണം ഇവിടെ ഇപ്പോൾ നിങ്ങളൊരു സിറ്റുവേഷൻ വരുന്നത്, ഇപ്പോൾ വിവാഹം സാധ്യമാകുന്നുണ്ട്, അപ്പോൾ അടുത്ത് തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുന്നു. അപ്പോൾ ഈ ഒരു വിവാഹം നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങളുടേക്ക് നൽകുന്നൊരു സന്ദേശം എന്ന് പറയുന്നത് വിവാഹം ഒരു ലക്കി ബ്രേക്ക് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. കാരണം ഈ വിവാഹത്തിന് ശേഷം ഈ വിവാഹം കഴിക്കുന്ന വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിത പങ്കാളി. ആ ഒരു വ്യക്തി വളരെയധികം പ്രാക്ടിക്കലായിരിക്കാം, ഒരേ സമയം തന്നെ ഇമോഷണലായിരിക്കാം, പ്രാക്ടിക്കലായിരിക്കാം. കാരണം അതായത് ഇമോഷൻസായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതേസമയം പ്രാക്ടിക്കലായിട്ട് ഇരിക്കേണ്ടതിനടുത്ത് കൃത്യമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഇരിക്കാനും പറ്റുന്നു. ഒരു ബിസിനസ് സ്ഥാപനം ഈ വ്യക്തി നടത്തിക്കൊണ്ടു പോവുകയാണ് എങ്കിൽ ബിസിനസ്സിൽ അവിടെ ബന്ധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതേസമയം ബിസിനസ്സിന് അപ്പുറത്തേക്ക് ബന്ധങ്ങളും കാര്യങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് ചാരിറ്റി മറ്റ് കാര്യങ്ങളും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബിസിനസ്സിന് വേണ്ടുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കാണിക്കുന്നു. അപ്പോൾ അതായത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു വ്യക്തമായിട്ട് അറിയുന്ന ഒരു വ്യക്തി, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവരോട് കാര്യങ്ങൾ എടുത്തടിച്ച പോലെ പറയുന്നില്ല, പക്ഷേ ആ പറയേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് വളരെ ചിരിയോട് കൂടിയിട്ട് വ്യക്തമായിട്ട് തന്നെ പറയും. അയ്യോ അത് നടക്കില്ല എന്നുള്ളത് ചിരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയില്ലേ, കാര്യങ്ങൾ പറയും, ഏത് സിറ്റുവേഷനിലായാലും കാര്യങ്ങൾ പറയും. പക്ഷെ മറ്റൊരാളെ വിഷമിപ്പിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഹാർഷായിട്ടുള്ള വാക്കുകളിലൂടെ പറയുന്നില്ല, പക്ഷെ പറയാനുള്ളത് അപ്പോഴും പറയുന്നു. അങ്ങനത്തെ ഒരു എനർജി ഈ വ്യക്തിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്കൊരു ബോണസാണ്, അല്ലെങ്കിൽ ഒരു ലക്കി ബ്രേക്കാണ്. കാരണം ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ പുറകോട്ടേക്ക് ആയിരിക്കാം, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ വൈഫിനെയോ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. 9 ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ. ഈ ഒരു എനർജി ഓഫ് 9 ഓഫ് സോർട്സ് സൂചിപ്പിക്കും നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ തലയിൽ കയറ്റി വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ്സും ടെൻഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ചെയ്യാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഹനുമാൻ ചാലിസ വായിക്കുകയോ അല്ലെങ്കിൽ നരസിംഹമന്ത്രം ജപിക്കുകയോ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കാരണം അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്ന് തന്നെ പറയാം. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അത് നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി സ്ട്രെസ്സാണ്. ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് അതായത് ഭയങ്കരമായ ആങ്സൈറ്റി, ഫിയർ, നൈറ്റ്മെയർസ് വരുന്നുണ്ടാവും. നിങ്ങൾ ചില ആൾക്ക് ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ടോ, അതായത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജീവികൾ ആക്രമിക്കാൻ വരുന്ന, അതായത് ആന കുത്താൻ വരുന്നത്, കടന്നൽ കൂട്ടം ആക്രമിക്കുന്നത്, തേനീച്ച ആക്രമിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് സിംഹം, പുലി, എന്തെങ്കിലും തരത്തിൽ, അതായത് എന്തെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കാൻ, അതായത് നിങ്ങളുടെ ജീവന് ഹാനിയാകുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫിയറാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. ബാഡ് ഡ്രീംസ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ചില നെഗറ്റീവ് ചിന്തകളെ പുറത്തേക്ക് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശമാകാം ഇത്. എല്ലാവരിലും ഒരുപോലെ ആയിരിക്കില്ല അത്. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റി, ഇപ്പോൾ നമ്മൾ ഒരു ആന കുത്താൻ വരുന്ന ഒരു സ്വപ്നം കാണുക, നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആങ്സൈറ്റിയോ സ്ട്രെസ്സോ എല്ലാം കൂടി നിങ്ങൾ ഭയക്കുന്ന ഒരു ജീവിയുടെ രൂപമായിട്ട് മാറി നിങ്ങളെ അത് ഉപദ്രവിക്കാൻ വരുന്ന എനർജിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നൽകുന്ന സന്ദേശമാണ്. അതായത് നിങ്ങൾ ചിന്തിക്കുക, ഈ പറയുന്നത് നിങ്ങൾക്കൊരു നമ്മൾ പറയും സിംബലിസമാണ്, നമ്മൾ പറയാം ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടുന്നത് തിങ്സ് ആർ ഗോയിങ് വെൽ ഇൻ യുവർ ലൈഫ്, എല്ലാ കാര്യം നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ സേഫ്റ്റി, നിങ്ങളുടെ സെക്യൂരിറ്റിയിൽ ഫോക്കസ് ചെയ്യുക, ജീവിതം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് വരാം. കാരണം ഇവിടെ ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാനുള്ള ഒരു കാരണം ഒരു 3 ഓഫ് സോർട്സ് എനർജി കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ലൈഫിൽ നിങ്ങൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ടാവും, ചതിക്കപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് തേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അങ്ങനെയാണല്ലോ, തേപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ റിലേഷൻഷിപ്പ് ഒത്തുപോകാതെ മാറിപ്പോയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ളവർ സാമ്പത്തികമായിട്ടോ പാർട്ട്ണർഷിപ്പിൽ ചതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫാമിലിയിലുള്ളവർ തന്നെ നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ നിങ്ങൾ ഹേർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന പോലെ എളുപ്പമായിരിക്കില്ല ആ ഒരു ട്രോമ മാറ്റിയെടുക്കാൻ. പക്ഷെ അത് എളുപ്പമാണ് എന്നും ആരും പറയുന്നില്ല. ഇതിന് സമയം എടുക്കും, മാസങ്ങളോളം ചിലപ്പോൾ വർഷങ്ങളും എടുക്കും ഈ ഹീൽ ചെയ്യാൻ. പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് അതിന് ശ്രമിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ നിരന്തരമായിട്ട് നിങ്ങളത് ശ്രമിച്ച് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോയാലേ ഈ സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ നിങ്ങൾക്ക് മാറുന്നുള്ളൂ. അതൊക്കെ മാറിയാലേ നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാറുന്നുള്ളൂ. അത് മാറിയാലാണ് ലൈഫിലേക്ക് പോസിറ്റിവിറ്റി വരുന്നുള്ളൂ. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നേടാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഈ 3 ഓഫ് സോർട്സ് എനർജി എന്ന് പറയുന്നത് ഹാർട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു എൻഡിങ് ഫേസ് ലൈഫിൽ സംഭവിച്ചാണ്. പക്ഷേ ഇതൊരു എൻഡിങ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പെയിൻഫുൾ ആയിട്ടുള്ളതാണ് എങ്കിലും
ഇത് ഒരു എൻഡിങ് ഫേസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചതാണ്. അത് എൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാസങ്ങളായിട്ടും നിങ്ങൾ അതിൽ തന്നെയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെഡിക്കലായിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ് അങ്ങനെ ആരെങ്കിലും കാണുക. അതല്ലെങ്കിൽ നിങ്ങൾ തന്നെ അതിന് മെഡിറ്റേഷൻ, മറ്റ് മാർഗങ്ങളിലൂടെ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് മാറാൻ ശ്രമിക്കുക. ആൻഡ് know that you will find your love, you will find your inspiration. നിങ്ങൾ എന്തിനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതൊരു പ്രണയമാണോ, ഒരു കരിയറാണോ, ഫിനാൻസ് ആണോ, മറ്റെന്തെങ്കിലും ആണോ, അത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹെർട്ട്മേറ്റ് എനർജിയാണ്. അതായത് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട്. ഇവിടെ ഇതൊരു ആൻസിസ്ട്രൽ എനർജി ആയിട്ടോ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് മരിച്ചു പോയിട്ടുള്ള ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറാനായിട്ട് നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് വിളക്കുമായിട്ട് മുന്നിൽ നിൽക്കുന്ന പോലത്തെ ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു കണക്ഷനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കൂടിയിട്ട് ഇതിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അതേപോലെ തന്നെ കിങ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ ലൈഫിൽ വളരെയധികം ഉന്നതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ട്, കരിയറിൽ മുന്നേറാൻ പറ്റുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ലൈഫിൽ മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.